ആസിഫ് അലിയുടെ ഒരു ഗംഭീര പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഫെന്റാബുലസ്, ഔട്ട്സ്റ്റാൻഡിങ്, മാർവലസ് ഇതൊന്നും പറഞ്ഞാൽ പോരാ. ആളുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. കാറ്റ് പറഞ്ഞ ഒരു സിനിമയിലാണ് ഞാൻ അവസാനമായിട്ട് ഇതേപോലെ പെർഫോമൻസ് കണ്ടിട്ടുള്ളത്. ഞാൻ എപ്പോഴും ആസിഫ് അലി ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളാണ്. ആസിഫ് അലിക്ക് ഗ്രോത്ത് ഉണ്ട്, പടവലങ്ങ പോലെ കീപ്പോട്ടാണ്. ആളുടെ സിനിമ ഇറങ്ങുമ്പോഴൊക്കെ ഞാൻ പറയും എഗെയിൻ ശങ്കരനാണ് കോക്കനട്ട് ട്രീ എന്ന്. പക്ഷെ ആൾ ഇത്തവണ എന്റെ വായ അടുപ്പിച്ചു. അത്രയും കിടിലം പെർഫോമൻസ് സിനിമയ്ക്ക് പോയി. സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോ 5 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു ഫീലാണ്. അതായത് 116 മിനിറ്റിന്റെ പടം കണ്ടപ്പോ 5 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു ഫീൽ. അവസാനം ഞാനൊരു ടൈം മെഷീനൊക്കെ ഒപ്പിച്ചിട്ടാണ് വീണ്ടും തിരിച്ചു പോയത്. നമ്മൾ പറയില്ലേ ലോകത്തെ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള അനിമൽ അല്ലെങ്കിൽ മാമൽ ഏതാ ചോദിച്ചാൽ 3 ടോഡ് സ്ലോത്ത് എന്നാ പറയാം. ഇത് അതിലും പതുക്കെ പോണ സിനിമയാണ്. സോ ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ സിനിമയായ ലെവൽ ക്രോസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ സിനിമ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ 10 മിനിറ്റ് വൈഡ് ആയിട്ടുള്ള കുറെ ഫ്രെയിംസ് കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഫ്രെയിംസ് ആയിരുന്നു. ബാക്കി 100 മിനിറ്റ് പടം ഒച്ച എഴുന്ന പോലെ ഇങ്ങനെ എഴിഞ്ഞു പോവാണ്. അതായത് ഈ ലാഗ് പറയുമ്പോൾ എക്സ്ട്രീം ലാഗ് അല്ലെങ്കിൽ ലാഗ് പ്രോ മാക്സ് എന്നൊക്കെ പറയാം. പക്ഷെ ഫസ്റ്റ് ഹാഫ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. കാരണം ആസിഫ് അലിയുടെ ഒരു കിട്ടിലം പെർഫോമൻസ് ആണ്. നമുക്ക് വേണമെങ്കിൽ മാർവലസ്, ഫെന്റാബുലസ് എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു പെർഫോമൻസ് തന്നെയാണ്. കാറ്റ് പറഞ്ഞ സിനിമയിലാണ് അവസാനം ആസിഫ് അലിയുടെ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുള്ളത്. നല്ലൊരു ഇന്റർവൽ പഞ്ചോട് കൂടി നിർത്തുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഹാഫ് നല്ല എൻഗേജിങ് ആയിട്ട് പോകും. 2 പോസിറ്റീവാണ് ഈ സിനിമയിലുള്ളത്. ഒന്ന് ആസിഫ് അലിയുടെ പെർഫോമൻസ്, ഒന്ന് BGM. സെക്കൻഡ് ഹാഫ് നമ്മുടെ ഇൻസോമേനിയാക് പേഷ്യൻസിൽ ഉറക്കമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. അതായത് ഒരു ഉറക്ക ഗുളിക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഷ്യൻസ് എത്രത്തോളം ഉണ്ടെങ്കിൽ എന്ന് ടെസ്റ്റ് ചെയ്യണം വെച്ചാൽ ഈ സിനിമ കണ്ടാൽ മതി. ബാക്കിയുള്ള ഒരു 50-60 മിനിറ്റ് സുഖമായി കിടന്നുറങ്ങാൻ പറ്റും. ഇവർ പറയുന്നത് ഒരു സൈക്കിക് ത്രില്ലർ ആണെന്നാണ്. പക്ഷെ ഇതിലൊരു സൈക്കിക് കോമഡി മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ കാണുമ്പോൾ ആൾക്കാർ പരസ്പരം നോക്കിയിരുന്ന് ചിരിക്കുകയാണ്. ഈ ഇന്റർവെൽ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും അമല പോളാണ് ഇതിൽ മറ്റേ മാനസിക രോഗി അല്ലെങ്കിൽ ആസിഫ് അലി ഒരു സൈക്കോ ആണെന്നൊക്കെ കുറെ പേർക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത ട്വിസ്റ്റും ടേൺസ് ഒന്നും അല്ല. മുന്നറിയിപ്പ് പോലൊരു പടമാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ദയവായി പോയി കാണാവുന്ന ഒരു സിനിമയാണ്. പക്ഷെ മുന്നറിയിപ്പ് ഇതിലും എൻഗേജിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഗരുഡൻ സിനിമ എല്ലാവരും കണ്ടിട്ടില്ലേ? സുരേഷ് ഗോപി, ബിജു മേനോന്റെ പടം. അതില് ബിജു മേനോൻ വില്ലൻ ആണെന്നുള്ളത് അവസാനം വരെ നമുക്ക് ഡൗട്ട് വരും ഇങ്ങനെ തന്നെയാണ്. കാരണം അത്രയും ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ആൾ. അതേപോലെ തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു എൻഗേജിങ് സ്ക്രീൻ പ്ലേ ആയിരുന്നു. പക്ഷെ ഇതിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവർ പറയുന്നതൊക്കെ നോണയാണ് അല്ലെങ്കിൽ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് ആണ്. ഈ LKG പിള്ളേര് റബ്ബറും കട്ടറൊക്കെ കട്ടെടുത്ത് വെച്ച് ടീച്ചർ ചോദിക്കില്ല ആരാ കട്ടെടുത്ത്. അപ്പൊ അവൻ പറയും ഇവനാണ്, ഇവൻ പറയും ഞാനാണ്. തന്നെയാണ്. ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോ 3 എണ്ണത്തിനും കൂടി ആരെങ്കിലും തല്ലിക്കൊന്നാ മതി എന്നുള്ള ഒരു ലെവൽ അത്രയും വെറുപ്പിക്കലായിരുന്നു. കാരണം അത്രയും ലാഗാണ്. പിന്നെ ഭയങ്കര പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. എനിക്ക് ഇതൊരു സ്ലീപ്പിംഗ് പില്ലായിട്ടാണ് ബേസിക്കലി തോന്നിയത്. സോ നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതൊരു ഭയങ്കര സ്ലോ പേസ്ഡ് ആയിട്ടുള്ള സിനിമ ആണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം പോകാൻ. പിന്നെ ആസിഫ് അലിയുടെ ഗംഭീര പെർഫോമൻസ് കാണാൻ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാതെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാൾ പോയിട്ട് ഞാനൊരു അടിപൊളി പടമാണ് ഫ്രണ്ട്സിനെ കൂട്ടി പോയി കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവസാനം ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിൽ മാത്രമേ നിങ്ങൾക്ക് പുറത്ത് വരാൻ പറ്റുള്ളൂ. സോ ഇതൊക്കെ മനസ്സിൽ വെച്ച് സിനിമ കാണാൻ പോവാ. കാണാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടമാണ്. സോ ബേസിക്കലി ഞാൻ എന്റെ ഒപ്പീനിയനെ പറഞ്ഞാൽ ഇതൊരു സിനിമ റിവ്യൂ ആയിട്ട് കാണണ്ട. ഈ സിനി ഫൈൽസ് ഇല്ല, ഓരോ സീൻസ് ഒക്കെ ഡിഗ് ചെയ്തിട്ട് ഈ കാക്ക മോളിൽ കൂടെ പറന്നു പോകുന്നത് ഒരു ബ്രില്യൻസ് ആണ് അല്ലെങ്കിൽ ഡയറക്ടർ ബ്രില്യൻസ് ആണ് എന്നൊക്കെ പറയുന്നവർക്ക് ഡെഫിനറ്റ്ലി ഈ സിനിമ ഇഷ്ടം. സോ ഒരു ജനറൽ ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇഷ്ടപ്പെടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഐ ആം കംപ്ലീറ്റ്ലി ഡിസപ്പോയിന്റഡ്.